പി വി അൻവർ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ UDF തിരുത്താൻ തയ്യാറായി വരുമെങ്കിൽ സ്വീകരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24നോട് പറഞ്ഞു. പി വി അൻവറിന് നാളെ വൈകിട്ട് 7 മണി വരെ സമയം നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് പുനർവിചിന്തനം വന്ന് അത് അറിയിച്ചാൽ ചർച്ച ചെയ്യുമെന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആദ്യം ആ പ്രതികരണത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും മത്സരിക്കാം, അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഇതുവരെ പ്രതികരിച്ചതൊക്കെ തന്നെ അതിനുള്ള സമയമുണ്ട്, അവസരമുണ്ട്. തിരുത്താൻ തയ്യാറായി വരുന്നു എങ്കിൽ നാളെ വൈകിട്ട് 7 മണിക്ക് മുമ്പ് കാര്യങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കും അദ്ദേഹത്തെ. UDF കൺവീനർ എന്നുള്ള നിലയിൽ ആ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായ ഒരു തീരുമാനമെടുക്കും. പക്ഷേ അതല്ല ഈ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവവും അതല്ലെങ്കിൽ സാമാന്യ മര്യാദയ്ക്ക് യോജിക്കാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെയും ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവിനെയും പറ്റും ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള വർത്തമാനങ്ങളും മറ്റും ആർക്കും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. അതിനനുസരിച്ച് മര്യാദകൾ വെച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. റാഫി കരീം വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. റാഫി, ഇനിയിപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ മത്സരിച്ചോട്ടെ, നമുക്ക് അംഗത്തിന് കാണാം എന്ന ഒരു നിലപാടിലേക്ക് UDF മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം കൺവീനറുടെ വാക്കുകളിൽ അങ്ങനെയാണെങ്കിൽ അങ്ങ് മത്സരിച്ചോ എന്നൊരു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അൻവർ മത്സരിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് UDF കൺവീനർ. കാരണം അൻവറിൻ്റെ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ഇനി വിലപ്പോകില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് UDF കൺവീനറായ അടൂർ പ്രകാശ്. കാരണം അൻവർ അധിക്ഷേപവും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവവും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലും സഹകരിക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ അതും UDFനെ സംബന്ധിച്ചിടത്തോളം അതും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് അടൂർ പ്രകാശ്. നാളെ വൈകിട്ട് 7 മണി വരെയാണ് അൻവറിന് UDF ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഒരു പുനർവിചിന്തനം നടത്തി അൻവർ എടുത്ത തീരുമാനം പിൻവലിച്ച് അൻവർ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് പ്രതിപക്ഷ നേതാവിന് എതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ച് മുന്നോട്ട് പോയാൽ മാത്രം 7 മണിക്ക് ചേരുന്ന UDF യോഗം ഇത് ചർച്ച ചെയ്യുമെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നത്. അതായത് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാത്തരം ഭീഷണികളെയും എല്ലാത്തരം അൻവറിൻ്റെ എല്ലാത്തരം ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കൽ സ്വഭാവങ്ങളെയും UDF തള്ളുകയാണ്. അൻവർ മത്സരിക്കണമെങ്കിൽ മത്സരിക്കട്ടെ, UDF സ്ഥാനാർത്ഥിയെ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് കൂടി അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അൻവർ മത്സരിക്കുമെന്ന് വ്യക്തമാക്കുകയും സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ UDF തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നാളെ വൈകിട്ട് 7 മണിക്ക് ചേരുന്ന യോഗം, ആ യോഗത്തിലായിരിക്കും അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ച് അതിനിർണായകമായ തീരുമാനമുണ്ടാവുക. ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗം നടക്കുക. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ അൻവർ UDFന്റെ ഭാഗമാകണമെങ്കിൽ ഇതുവരെ അൻവർ സ്വീകരിച്ച, അൻവർ എടുത്ത നിലപാടുകൾ, അൻവർ നടത്തിയ പരാമർശങ്ങൾ എല്ലാം അൻവറിന് തെറ്റുകൾ തിരുത്തി വന്നാൽ പരിശോധിക്കാം എന്ന നിലയിലേക്ക് UDF നേതൃത്വവും മാറുകയാണ്. അൻവറിനോട് അതാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്. നാളെ വൈകിട്ട് 7 മണി വരെ സമയമുണ്ട്. അതിനിടയിൽ സ്ഥാനാർത്ഥിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച്, UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൻവലിച്ച് പിന്തുണ അറിയിച്ചു വന്നാൽ അപ്പോൾ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മത്സരിച്ചോളൂ എന്നത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ UDF തയ്യാറാണ് എന്നുകൂടി കൺവീനർ പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് 24നോട് സംസാരിച്ചപ്പോഴാണ് അടൂർ പ്രകാശ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്.